ദുരിതം തുടരുന്നു. ഇല്ല ഇല്ല പിന്നോട്ട്, ഇല്ല പിന്നോട്ട്. നീതി കിട്ടും വരെയും സമരം. ഈ സമരം ധർമ്മ സമരം. നെയ്യാറ്റിൻകരയിൽ അധികൃതരുടെ കണ്ണു തുറപ്പിക്കാൻ ചെളിവെള്ളത്തിൽ കിടന്നൊരു പ്രതിഷേധം. ദിനവും നൂറുകണക്കിന് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ യാത്രക്കാർ പോകുന്ന റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം. യാത്രാ ദുരിതത്തിൽ സഹികെട്ടതോടെയാണ് വ്യാപാരികളും ജനപ്രതിനിധികളും വിവിധ സന്നദ്ധ സംഘടനകളും ചേർന്ന് വേറിട്ട സമരവുമായി തെരുവിലിറങ്ങിയത്. പലപ്പോഴും അപകടം വരുത്തി വയ്ക്കുന്ന റോഡിലെ വലിയൊരു ചെളിക്കുഴിയിൽ കിടന്നുകൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം. നെയ്യാറ്റിൻകര ജംഗ്ഷന് സമീപം കൃഷ്ണൻകോവിൽ നിന്നും കോടതിയിലേക്ക് പോകുന്ന റോഡിലാണ് മാസങ്ങളായി ഈ ശോചനീയാവസ്ഥ തുടരുന്നത്. 6 മാസം മുമ്പ് വെട്ടിപ്പൊളിച്ച ഈ റോഡിൽ കാൽനടയാത്രക്കാർ പോലും ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതിലൂടെ പോകുന്നത്. 2 മാസം മുമ്പ് കോടതിക്ക് മുന്നിൽ അഭിഭാഷകരും ക്ലർക്കുമാരും പൊതുജനങ്ങളും ചേർന്ന് ഈ റോഡ് ഉപരോധിച്ചിരുന്നു. ഈ ചെളി, മലിനമായ ഈ ചെളിയിൽ കിടന്ന് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമരം. ഇതൊരു നിസ്സാര സമരമല്ല. ഇവിടെ കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട വിവിധ സംഘടനകളുടെ നേതാക്കളെ, ഞങ്ങളുടെ ഒരു ധർമ്മ സമരമാണ്. കഴിഞ്ഞ 1 വർഷമായി ഇവിടുത്തെ വെള്ളാനകൾ ഞങ്ങളെ കബളിപ്പിക്കുന്നതിന്റെ അവസാന ശ്രമമാണ് നമ്മൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇനിയൊരു വാഗ്ദാന ലംഘനത്തിന് തങ്ങളെ കിട്ടില്ലെന്ന വ്യക്തമായ മുന്നറിയിപ്പും സമരക്കാർ നൽകിക്കഴിഞ്ഞു. വരുന്ന ബുധനാഴ്ചയ്ക്കകം റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ നെയ്യാറ്റിൻകരയിൽ കടകളടച്ച് ശക്തമായ ഹർത്താൽ ആചരിക്കുവാനും വ്യാപാരികളും പൊതുജനങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 1 വർഷമായി വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെയാണ് ഈ റോഡുകളെല്ലാം കുഴിച്ച് അവർ പൈപ്പിടുന്നതിന് വേണ്ടി സ്ഥാപിച്ചതാണ്. ഈ പൈപ്പിടുന്നതിന് വേണ്ടി സ്ഥാപിച്ച കുഴികളെ ഇന്ന് വരെ ടാർ ചെയ്യാനോ അത് ഗതാഗത യോഗ്യമാക്കാനോ പറ്റിയത്. നമ്മുടെ സ്വദേശവന്മാരി വരെ പഠിച്ച സ്കൂളാണ് ടൗണിലെത്തിയ സ്കൂൾ. ആ സ്കൂള് തുറക്കുന്നതിന് മുമ്പേ ആ ഭാഗം അത്രയും ടാർ ചെയ്യണമെന്ന ആവശ്യവുമായി ഞങ്ങൾ നിരന്തരമായി സമരം ചെയ്തിരുന്നു. അത് ഉടൻ തന്നെ ചെയ്യുമെന്നുള്ള പറഞ്ഞിട്ട് തന്നെ ചെയ്യാതെ ആ സ്കൂളിലെ വാന് വെളിയിൽ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ എത്താൻ പറ്റാത്ത അവസ്ഥ. അതോടൊപ്പം തന്നെ കോടതിയിലേക്ക്, പ്രമുഖമായ കോടതിയാണ്, ആ കോടതിയിലെത്തുന്ന വക്കീലന്മാർ, ഗുമസ്തന്മാർ, അതുപോലെ തന്നെ കേസ് സംബന്ധമായ ആൾക്കാർക്ക് വരെ ഗതാഗതമല്ലാത്ത രീതിയിലാണ് ഈ നെയ്യാറ്റിൻകര പട്ടണത്തിനെ ആകെ താറുമാറാക്കിക്കൊണ്ട് വാട്ടർ അതോറിറ്റിയെയും അതിൽ സാങ്ഷൻ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് PWD തടഞ്ഞിടുകയും ചെയ്തു. ഇത് 1 വർഷമായി തുടർന്ന ഈ അനാസ്ഥയ്ക്കെതിരെ വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികൾ സമരം ചെയ്തിട്ടും കൗൺസിലർമാർ ഉൾപ്പെടെ സമരം ചെയ്തിട്ടും അവർ തിരിഞ്ഞു നോക്കാത്തതിൽ ഞങ്ങൾ ഇന്ന് റോഡ് ഉപരോധിച്ച് സമരം നടത്തി. ആ റോഡ് ഉപരോധിച്ചിട്ടും അധികാരികൾക്ക് കുലുക്കമില്ല. അങ്ങനെയാണ് ഞാൻ ഉൾപ്പെടെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ കൗൺസിലർമാർ, ജനകീയ സമിതി നേതാക്കൾ ഉൾപ്പെടെ റോഡിൽ ചെളിയിൽ കിടന്നുകൊണ്ട് വളരെ മാരകമായ അസുഖം പകരുന്ന ഈ സമയത്ത് ഞങ്ങളെ ചെളിയിലേക്ക് കടക്കാൻ നിർബന്ധിച്ച ഈ അധികാരവർഗം, ആ അധികാരവർഗത്തിലുള്ള പ്രതിനിധികൾ വന്നിട്ട് പറഞ്ഞു, വരാൻ പോകുന്ന 4 ദിവസത്തിനകം ഞങ്ങൾ പൂർണ്ണമായിട്ട് കോൺക്രീറ്റോ ടാറോ ചെയ്ത് ഗതാഗതയാക്കും, അല്ലാത്ത പക്ഷം ഈ നെയ്യാറ്റിൻകരയെ നിശ്ചലമാക്കിക്കൊണ്ട് കടകൾ അടച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കോടതിയിലെ വക്കീലന്മാരും ഗുമസ്തന്മാരും എല്ലാവരുടെ തൊഴിലുകൾ സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരു ജനകീയ പ്രക്ഷോഭത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കാൻ പോവുകയാണ്. പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് അധികൃതരെത്തി റോഡ് നന്നാക്കാമെന്ന് സമരക്കാർക്ക് ഉറപ്പ് നൽകിയത്. തുടർന്ന് താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു.